പീപ്സ്, സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഒരു കുട്ടി മിനി വ്ളോഗായാലോ. ഇതെൻ്റെ ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. നേരെ പോയി പല്ല് തേപ്പും സ്കിൻ കെയറും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായി. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ ഈ തുണി മടക്കി വെക്കൽ. എന്നെപ്പോലെ തുണി മടക്കി വെക്കാൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഞ്ഞിയാണ്. തലേന്ന് രാത്രി ഉണ്ടാക്കിയ കഞ്ഞി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കിത് എളുപ്പമാണ്. അപ്പോൾ കഞ്ഞി എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. എനിക്ക് കഞ്ഞിയുടെ കൂടെ അച്ചാർ, ഇത് കൂടെ സൈഡ് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പോലും വെറും ഉപ്പിട്ടാണെങ്കിലും ഞാൻ കഞ്ഞി കുടിക്കും. അപ്പം നല്ല ചെറിയ ചൂടോടെ ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും നമുക്കൊരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ മാച്ചിന് പോകാനുള്ള ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണേ. അങ്ങനെ റെഡി ആയിട്ട് ഞാൻ പോവാണ് കേട്ടോ. നമുക്ക് 2:30-ക്കാണ് മാച്ച്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് മാച്ച് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം ഞാൻ നേരെ ഗ്രൗണ്ടിൽ പോയി. നല്ല വെയിലുണ്ടായി. ഇപ്പം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടീം. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാച്ചൊക്കെ കളിച്ചു. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് മാച്ചായിരുന്നു. നല്ല വെയിൽ പറയാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിരുന്നു സൂര്യൻ്റെ ആ ഒരു ഉദിച്ച് നിൽക്കുന്ന സംഭവം. അതുകൊണ്ട് തന്നെ കണ്ണിലോട്ട് വെയിലടിച്ചിട്ട് കണ്ണ് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ നമ്മൾ മാച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഫ്ലാറ്റിൽ ഊബർ ഓടിച്ചിട്ടാണ് പോയത്. വന്നപ്പോൾ തന്നെ വരുന്ന വഴിക്ക് ഞാനൊരു ചോക്കോബാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല വെയിലല്ലേ. പക്ഷെ ഞാൻ റൂമിലെത്തിയപ്പോൾ നോക്ക്, മൊത്തത്തിൽ പ്രകൃതി മാറിക്കഴിഞ്ഞു ഗൈസ്. നല്ല മഴ പെയ്യാൻ വന്നു. ഊബറിൽ ഇരുന്നപ്പോൾ പോലും നല്ല വെയിലായിരുന്നു. റൂമിലെത്തി ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴയ്ക്കുള്ളതും ആയിട്ടുണ്ടായി. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ ലുലുവിലോട്ടൊന്ന് പോയി. പോകുന്ന വഴിക്കെന്താ മഴവില്ല് കണ്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു മഴവില്ലിനെ കാണുന്നത്. നല്ല ആകാശമായിരുന്നു കേട്ടോ. മഴയൊന്നും പെയ്തില്ല, വെറുതെ ഇരുണ്ടേറി വന്നതാ. ലുലുവിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെയാണ് ആ തിരക്കിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായത്. നമ്മുടെ ബേസിൽ ജോസഫും പിന്നെ അതേപോലെ നെസ്ലിനൊക്കെ അവരുടെ മൂവി പ്രൊമോഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മരണമാസ് ബേസിൽ ജോസഫ് പോയതിന് പിറകെ പിന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് നിൽക്കുന്ന ഒരാൾ, അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് നമ്മൾ നെസ്ലിനെ കണ്ടത്. അപ്പം നെസ്ലിനൊക്കെ ആലപ്പുഴ ജിംഖാന സോറി ഗൈസ്, അതിൻ്റെ പ്രൊമോഷൻ വന്നതാണ്. പിന്നെ ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിതൊക്കെ ചെയ്ത് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വല്ലാതെ ടയേർഡ് ആയതുകൊണ്ട് ഞാൻ ഓയിൽ മാത്രം കുപ്പിയിലാക്കിയിട്ട് പോയി കിടന്നുറങ്ങാതെ കരുതി. അങ്ങനെ വെള്ളമൊക്കെ നിറച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.